ഓണക്കാലത്തെ വരവേൽക്കുവാൻ ഖാദി തുണിത്തരങ്ങളുടെ വൻ ശേഖരവുമായി കോഴിക്കോട് സർവോദയ സംഘം ഖാദി ഭവന്റെ ഓണം ഖാദി മേളയ്ക്ക് അങ്ങാടിപ്പുറത്ത് തുടക്കമായി. പാരമ്പര്യ തനിമയും കൈത്തറി നെയ്ത്തിന്റെ ചാരുതയും ഒത്തിണങ്ങിയ വസ്ത്രങ്ങൾ മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാണ്. ഓണം ഖാദി മേളയുടെ ഉദ്ഘാടനം UAE-യിലെ പ്രമുഖ യുവ വ്യവസായി PC ഷഫീഖ് നിർവഹിച്ചു. പരമ്പരാഗത വസ്ത്രങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഈ ഓണക്കാലത്ത് മികച്ച ഗുണനിലവാരമുള്ള ഖാദി വസ്ത്രങ്ങൾ ആകർഷകമായ ഓഫറുകളിൽ ലഭ്യമാക്കിക്കൊണ്ട് എനിക്കും വേണം ഖാദി 2026 എന്ന പേരിൽ അങ്ങാടിപ്പുറം ഖാദി ഭവനിൽ ഖാദി ഓണമേളയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. ഖാദി ഓണമേളയുടെ ഉദ്ഘാടനം UAE-യിലെ പ്രമുഖ വ്യവസായിയും അവന്യൂ ഗ്രൂപ്പ് ചെയർമാനുമായ PC ഷഫീഖ് നിർവഹിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഖാദി നമ്മൾ ഓരോ ഇന്ത്യക്കാരന്റെയും ബ്രാൻഡാണ്. നമ്മൾ പലരും ഇന്റർനാഷണൽ ബ്രാൻഡുകൾക്ക് മുന്നേ പോകുമ്പോൾ നമ്മളൊരു ഓൺ ബ്രാൻഡ് ഇവിടെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സ്വദേശി ബ്രാൻഡ് എന്ന് നമുക്ക് പറയാം, അത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റാണ് ഖാദി. ഇന്ന് അവരെ ഓണം ഫെസ്റ്റിവലിന്റെ ഓപ്പണിംഗ് ആണ്. അതിന്റെ മേള തുടങ്ങുകയായി. ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ശരിക്കും ഈ ഒരു ബ്രാൻഡിനെ ഏറ്റെടുത്ത് നടത്തണം. പ്രത്യേകിച്ച് നമ്മൾ പുതിയ തലമുറ ഖാദി എന്ന് പറയുമ്പോൾ ഒരു ട്രഡീഷണൽ ബ്രാൻഡാണ്. എന്നും നിലനിൽക്കുന്ന ഒരു ബ്രാൻഡിങ് കൺസെപ്റ്റാണ് ഇവരത്. കൾച്ചറായാലും ഇവർ ഉപയോഗിക്കുന്ന ഫാബ്രിക് ആണെങ്കിലും ഒക്കെ. അപ്പം ഇനിയുള്ള ജനറേഷൻ ഇത് ഏറ്റെടുത്ത് ഇതിന്റെ ലെഗസി കൊണ്ടു നടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ഓണം ഫെസ്റ്റിവലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന ആദ്യ വിൽപ്പന അങ്ങാടിപ്പുറം പഞ്ചായത്ത് മെമ്പർ ജയശ്രീ മർഹബ ഗ്രൂപ്പ് ചെയർമാൻ അസീസിന് നൽകി നിർവഹിച്ചു. അതിന്റെ ഉൽപ്പന്നങ്ങൾ പറഞ്ഞാൽ സാധാരണ നമ്മൾ മറ്റുള്ള പ്രൊഡക്റ്റ് എടുക്കുന്ന മാതിരിയല്ല. ഇത് 1000 രൂപന്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഈ ഓണം ഓഫർ വരുമ്പോൾ നിങ്ങൾ 700 രൂപ കൊടുത്താൽ മതി. പിന്നെ ഈ ഖാദിന്റെ പ്രത്യേകത ഇവിടുത്തെ കാലാവസ്ഥക്ക് അനുസരിച്ചുള്ള ഒരു ഉൽപ്പന്നങ്ങളാണ് ഖാദിയിലെ എല്ലാ മുഴുവൻ പ്രൊഡക്റ്റുകളും. സ്ഥിരമായിട്ട് ഖാദിന്റെ ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഇത് കാലാവസ്ഥക്ക് അനുസരിച്ചാണ്. ചൂടാണ് ഈ ചൂട്, തണുപ്പാണ് ഈ തണുപ്പ്. ഈ തണുപ്പിനായും ചൂടാനും അതിന് അനുയോജ്യമായ ഒരു രീതിയിലാണ് ഇതിന്റെ ഉൽപ്പന്നങ്ങൾ മുഴുവൻ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഈ ഖാദി നേരത്തെ നമ്മള് ഷഫീഖ് സാർ പറഞ്ഞ മാതിരി തന്നെ എല്ലാവരും ഈ ഖാദിനെ ഉപയോഗിച്ചാണ് മുന്നോട്ട് പോയി. ഇന്നത്തെ ജനറേഷന് പറ്റിയ പ്രൊഡക്റ്റാണ് അവർ മുഴുവൻ ആക്കിയിട്ടുള്ളത്. ചടങ്ങിൽ വാർഡ് മെമ്പർ ഹസീന ചേലക്കാടൻ, ഖാദി അങ്ങാടിപ്പുറം യൂണിറ്റ് മാനേജർ ശിവാനന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വൈവിധ്യമാർന്ന ഖാദി തുണിത്തരങ്ങൾ, കോട്ടൺ സാരികൾ, റെഡിമെയ്ഡ് ഷർട്ടുകൾ, ഉന്നം നിറച്ച കിടക്കകൾ, തലയിണകൾ, മറ്റു ഖാദി ഉത്പന്നങ്ങളും വമ്പൻ ഓഫറുകളിൽ ഖാദി ഓണമേളയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. സർക്കാർ, അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് തവണ വ്യവസ്ഥകളിൽ ഖാദി തുണിത്തരങ്ങൾ സ്വന്തമാക്കുന്നതിനുള്ള അവസരവും ഖാദി ഓണമേളയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഖാദി മേളയോടനുബന്ധിച്ച് ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഓരോ സമ്മാന കൂപ്പണുകളിലൂടെ ഒന്നാം സമ്മാനമായി ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനമായി സുസുക്കി ആക്സസ് 125, മൂന്നാം സമ്മാനമായി 5000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകളും കൂടാതെ ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ 3000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഓണം ഖാദി മേള അങ്ങാടിപ്പുറം ഖാദി ഭവനിൽ ഉണ്ടായിരിക്കുന്നതാണ്. വളരെ വൈവിധ്യമാർന്ന ഖാദി തുണിത്തരങ്ങളും ഉന്നം നിറച്ച കിടക്കകൾ, അങ്ങനെ ഖാദി ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മുടെ ഭവനിൽ ലഭ്യമാണ്. ഇതുകൂടാതെ തന്നെ ഖാദി സ്ഥാപനങ്ങളും നമ്മുടെ കോഴിക്കോട് സർവ്വസംഘവും എല്ലാ സ്ഥാപനങ്ങളും ചേർന്ന് സമ്മാന പദ്ധതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാം സമ്മാനമായി ടാറ്റ ടിയാഗോ കാറും, രണ്ടാം സമ്മാനമായി ആക്സസ് 125 സ്കൂട്ടറും, അങ്ങനെ തുടർന്ന് ഒരുപാട് പ്രോത്സാഹന സമ്മാനങ്ങൾ നിരവധിയുണ്ട്. ഈ സമ്മാന പദ്ധതികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഓണം ഖാദി മേള എല്ലാ ഉപഭോക്താക്കളും ഒരുപാട് പ്രയോജനപ്പെടുത്തി ഖാദി മേഖലയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 25 വരെയാണ് ഖാദി ഓണമേള അങ്ങാടിപ്പുറത്ത് ഒരുക്കിയിട്ടുള്ളത്. ഖാദിത്തറികളിലൂടെയും പ്രകൃതിദത്ത നിറങ്ങളിലൂടെയും നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായ വസ്ത്രങ്ങൾ അണിഞ്ഞ ഈ ഓണക്കാലത്തെ നമുക്ക് വ്യത്യസ്തമാക്കാം. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.